പാട്ട് എന്ന് പറഞ്ഞ് പാടിയും കൊണ്ടിരിക്കുന്ന സംഗീതമുണ്ടല്ലോ, ഉപകരണം എന്നുള്ളതല്ല. ഉപകരണമൊന്നുമില്ലാത്ത സംഗീതം തന്നെ മൊത്തത്തിൽ കറാഹത്താണ് സംഗീതം എന്ന് പറയുന്നത്. ഉപകരണത്തോടു കൂടി ആകുമ്പോൾ, നിഷിദ്ധോപകരണത്തോടു കൂടി ആകുമ്പോൾ ആ നിഷിദ്ധോപകരണങ്ങളുടെ നിഷിദ്ധം വരും. അപ്പം ഈ സംഗീതം എന്ന് പറയുന്നതിൻ്റെ കറാഹത്ത് ചിലപ്പം ഇഷ്ടകരമായതായിട്ട് മാറും എന്ന് ഇമാം ഗസാലി അഭിപ്രായപ്പെടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ സൂഫി വര്യന്മാരുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ ആലോചനകളും അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ചിന്തകളും കുറച്ച് ദുഷ്കരമായ ചിന്തകളാണ്, കഠിനമായ ചിന്തകളാണ്. ആ ചിന്തകളിലൂടെയും മുജാഹദാത്തുകളുടെയും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അത്തരമൊരു സമയത്ത് ആശ്വാസം കൊള്ളാൻ ലേശം പാട്ട് അതൊരു പുണ്യകർമ്മമാകുമെന്ന് ഇമാം ഗസാലി തങ്ങൾ അവർ പറയുന്നുണ്ട്. കറാഹത്ത് തന്നെയാണ് അവിടെ പുണ്യമാകുന്നത്. ഇത് അവസ്ഥ മാറിയിട്ടുള്ളൊരു ഫിഖ്ഹിന്റെ നിയമമാണ്. അത്തരത്തിലുള്ള ഫിഖ്ഹിന്റെ നിയമങ്ങൾ വിഭ്രമാവസ്ഥയിലോ മാനസികമായിട്ടുള്ള രോഗാവസ്ഥയിലോ